രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയത് ഇപ്പൊ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം വിശദമായ വാദം കേൾക്കാൻ വേണ്ടി 15-ാം തീയതി വരെ, അപ്പൊ അതുവരെ അറസ്റ്റ് ചെയ്യണ്ടെന്ന്. അപ്പം ചെറിയൊരു ആശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ എങ്കിൽ കൂടെയും രാഹുൽ ഈ കണ്ട കളിയെല്ലാം കളിച്ചത് എന്തായിക്കോട്ടെ, ഈ കണ്ട കളികളെല്ലാം കളിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പിന്തുണയിൽ നിന്നുകൊണ്ടായിരുന്നു. താൻ എന്ത് ചെയ്താലും തന്നെ സംരക്ഷിക്കാൻ ഒരു നാൽവർ സംഘം വേറെ ഉണ്ട്, അതുകൂടാതെ പാർട്ടിയിൽ കുറെ അണികളുണ്ട്, അപ്പം പിന്നെ PR ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു ധൈര്യത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഈ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത്. ഇപ്പം PR വർക്കും കാര്യങ്ങളും, പക്ഷെ കോൺഗ്രസിന്റെ ഒരു പിന്തുണ പുറകിലില്ല. ഏകദേശം ഇപ്പം ഇനിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ അല്ലയോ എങ്കിലും ഇപ്പോഴത്തെ ഒരു നോട്ടത്തിൽ കോൺഗ്രസിന്റെ പിന്തുണയില്ല. അപ്പം രാഹുലിന് ആശ്വാസം എന്ന് പറയാൻ പറ്റുമോ? രാഹുൽ പേടിക്കണ്ടേ ഇനി അങ്ങോട്ടും? രാഹുൽ പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് പേര് പേടിക്കേണ്ടി വരും. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ മാധ്യമപ്രവർത്തകരല്ല, മാധ്യമപ്രവർത്തകരെ അങ്ങനെ പേടിപ്പിക്കാനൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനങ്ങൾ പേടിക്കേണ്ടി വരും. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പിന്നീട് അങ്ങോട്ട് പറയാം. അതിനു മുമ്പ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസമായോ എന്ന് ചോദിച്ചാൽ ആശ്വാസം എന്ന് പറയാറായിട്ടില്ല. കാര്യം കോടതി വിശദമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി തൽക്കാലത്തേക്ക് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അറസ്റ്റ് മാത്രമേ തടഞ്ഞിട്ടുള്ളൂ, മുൻകൂർ ജാമ്യം നൽകിയിട്ടില്ല. ആ കേസിന്റെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ചിലപ്പോൾ ഹൈക്കോടതി പറയും പോയി അറസ്റ്റ് ചെയ്തോളാന്ന് പറയും. അത്രയ്ക്ക് നെറികെട്ടാനാ, പോയി പിടിച്ചോണ്ട് പോകാൻ പറയും. കാര്യം ചിലപ്പം പോലീസിനോടൊക്കെ പറയും ഇത്ര ദിവസത്തിനുള്ളിൽ ആ പ്രതിയെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കണം എന്ന് ചിലപ്പം കോടതി ഉത്തരവിടും. പോലീസിന് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പം പലപ്പോഴും പറഞ്ഞു കേട്ടില്ല മാതൃകാപരമായ നടപടി എന്ന് പറഞ്ഞു. ഈ പരാതി ഉയർന്നു വന്നത് ഇന്നോ ഇന്നലെയാണോ? അല്ലെങ്കിൽ കോടതി, സെഷൻസ് കോടതി അയാൾക്ക് ജാമ്യം നിഷേധിച്ചപ്പോഴാണോ പരാതി ഉയർന്നു വന്നത്? അല്ലെങ്കിൽ റിനി ആൻ ജോർജ് വെളിപ്പെടുത്തിയപ്പോഴാണോ പരാതി ഉയർന്നു വന്നത്? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇതിനു മുൻപ് ഈ ഷാഫി പറമ്പിലിന്റെ കയ്യിലും BD സതീശന്റെ കയ്യിലും KPCCയുടെ കയ്യിലും ഈ നരാധമനെ കുറിച്ചുള്ള പരാതികൾ നിരവധി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോലും മിണ്ടാതെ പഞ്ചപുച്ഛം അടക്കിയിരിക്കുകയായിരുന്നു ഇവരെല്ലാം. അതിനൊക്കെ ശേഷമാണ് ഇവനെ കൊണ്ടുവന്ന് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത്. അതും കഴിഞ്ഞിട്ടാണ് ഇവനെ കൊണ്ടുവന്ന് പാലക്കാട് കൊണ്ടുവന്ന് MLA ആക്കുന്നത്. ഇവനെതിരെ എന്തെല്ലാം പരാതി ഉണ്ടായിരുന്നു. അത് ഈ പീഡനക്കേസ് മാത്രമായി ഇവൻ പല പിന്നെ ഇപ്പം മഹിളാ കോൺഗ്രസിൽപ്പെട്ട അക്കന്മാരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൽപ്പെട്ട പെൺപിള്ളാരെ ഇവരെയൊക്കെ കൊണ്ടുവന്ന പരാതി, പിന്നെ ഇവരെല്ലാം മോശമായി പെരുമാറി എന്നുള്ള പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുന്നത്. അന്ന് ഈ പറയുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്ക് പോലും ധിക്കരിച്ചുകൊണ്ടാണ്. ഉമ്മൻചാണ്ടിക്ക് വേറൊരാളെ അവിടെ പിന്നെ എന്തൊക്കെയാണ് അഖിലോ അങ്ങനെ ജയസ് അഖിലിനെ അവിടെ ആക്കണം എന്ന് കർശനമായി ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു. ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര് കളങ്കപ്പെട്ടില്ലേ ഇവിടെ? ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ വാക്കിന് പുല്ല് വില കൊടുത്തുകൊണ്ടല്ലേ ശരിക്കും ഈ കോൺഗ്രസ്സുകാർ പിന്നെ ഇവനെ പിടിച്ചിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത്? ഒന്നാലോചിച്ച് നോക്കി. ആ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിക്കാനും ഇവന്മാർക്കൊക്കെ നാണമുണ്ട്. ഈ കോൺഗ്രസ്സുകാർക്ക് നാണമുണ്ട്. ഉമ്മൻചാണ്ടിയെ വിശദീകരിച്ച ഇവരാണ്, വിശുദ്ധവൽക്കരിച്ചുകൊണ്ട് പിന്നെ പുതിയ ഇടയനാണെന്ന് വരെ പറഞ്ഞു വരുത്തി. അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് ഉമ്മൻചാണ്ടിയെ വിശദീകരിച്ചെങ്കിലും ചാണ്ടിയുമ്മനെ തഴഞ്ഞു. ചാണ്ടിയുമ്മന് കിട്ടേണ്ട പരിഗണന കിട്ടുന്നുണ്ടോ? ഇല്ല. അതിന്റെ എല്ലാം കാരണക്കാരാരാ? ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അടങ്ങുന്ന നെക്സസ് ആണ്. അവരെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കളിക്കുന്ന കളിയാണ്. ഈ ഷാഫി പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ചാണ്ടിയുമ്മൻ ഏതറ്റം വരെ എത്തേണ്ട ഒരു നേതാവായിരുന്നു? ഏതറ്റം വരെ എത്തേണ്ട ഒരാളായിരുന്നു? ഇതിലെ ഉമ്മൻചാണ്ടിയോട് ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഇപ്പൊ ഉമ്മൻചാണ്ടി കുറച്ചുകൂടെ ആയുസ് നീട്ടി പിന്നെ ഇവിടുന്ന് ഉമ്മൻചാണ്ടിയെ സമയം എടുത്തുള്ളൂ. ഉമ്മൻചാണ്ടി കുറച്ചു കാലം കൂടെ അദ്ദേഹത്തിന് ആയുസ് നീട്ടി കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ പുള്ളി ആത്മഹത്യ ചെയ്തേനെ. ഞാൻ കാര്യമായിട്ട് പറയാം. കാര്യം ഇവന്മാരോട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും കാലം എന്തോ ഭാഗ്യത്തിലാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സ്വയം അംഗീകരിച്ച കാര്യം ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെയാണ് ഞാൻ ഈ അനുഭവിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. ഞാൻ കരുണാകരനോട് ചെയ്തതിന് തിരിച്ചെനിക്ക് കിട്ടി എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പോയൊരു നേതാവ് ഉമ്മൻചാണ്ടി. അതേസമയം ഇവന്മാരുടെ കാലത്തിലേക്ക് ഒരു 5 വർഷം കൂടി ആ മനുഷ്യന് ആയുസ് നീട്ടി കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ ഒരു അസസ്മെന്റ് ചോദിച്ചാൽ അദ്ദേഹം ഒന്നുകിൽ പാർട്ടി രാജിവെക്കും, പാർട്ടി മെമ്പർഷിപ്പ് രാജിവെച്ചിട്ട് അദ്ദേഹം വീട്ടിൽ പോയിരിക്കും, പുതുപ്പള്ളിക്ക് പോകും. അവിടെ പോയാലും പൊതുപ്രവർത്തനം എടുത്ത് ജീവിക്കാൻ പറ്റും. ആ ഒരു ഗതികേടിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടേനെ ഈ കോൺഗ്രസ്സുകാർ. ജയസഹിലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതി കൊടുത്ത പേപ്പർ പോലും ചവറ്റോട്ടയിലേക്ക് എറിഞ്ഞ ഒരാളാണ് ഈ ഷാഫി പറമ്പിൽ. ഇവര് സത്യം പറഞ്ഞ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ഇവർ പൊഴിക്കുന്ന ഓരോ ഒരു കണ്ണീരാണെങ്കിൽ തന്നെയും, ഒരു തുള്ളി കണ്ണീരാണെങ്കിലും അത് മുതല കണ്ണീരെന്ന് ഞാൻ പറയും.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ കല്ലറയിൽ പോയി മെഴുതിരി കത്തിച്ച് പ്രഹസനം കാണിക്കുന്ന നാണമുണ്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്? തെരഞ്ഞെടുപ്പിന് മുന്നോടി എല്ലാ എണ്ണം കാണിക്കുന്ന നാടകം ഇതാ. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നേരെ പുതുപ്പള്ളിയിലെ പള്ളിയുടെ കല്ലറയിൽ ചെല്ലും, മെഴുതിരി വെക്കും, എന്നിട്ട് കുറച്ചേരം നിന്ന് പ്രാർത്ഥിക്കും. ഇതാണ് കാണിച്ചത്. അത് റീലെടുക്കും, എന്നിട്ട് പറയും ഈ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ എന്തൊരു കരുണീയ സ്നേഹമാണ്. മരിച്ചു കഴിഞ്ഞിട്ടും ആ മനുഷ്യനെ കൊണ്ട് ഇവന്മാര് കഞ്ഞി കുടിച്ച് ജീവിക്കുക, മരിച്ചു കഴിഞ്ഞിട്ടും. എന്നിട്ട് കണ്ണീരൊക്കെ അണിഞ്ഞിട്ട് എന്റെ മറ്റവനാണ് മറിച്ചവനാണ് എന്നെ കൊണ്ടുവന്ന അദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കി നടക്കാനല്ല ഇവന്മാരെ കൊണ്ട് എന്തിനു പറ്റും? ഒരു ജനങ്ങളോടോ അല്ലെങ്കിൽ തനിക്കൊപ്പമുള്ള നേതാക്കന്മാരോട് പോലും ആത്മാർത്ഥത കാണിക്കാൻ അറിയാത്ത ഇവന്മാരാണ് ഈ പുതിയ തലമുറകളിലെ UDF നേതാക്കന്മാരെല്ലാം. ഷാഫി പറമ്പിലാണെങ്കിലും പിന്നെ രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഇനി റിജിൽ മാക്കുറ്റി ആണെങ്കിലും ആരാണെന്ന് പറഞ്ഞിരുന്നാലും സ്വന്തം തന്നെ കൈ പിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന നേതാക്കന്മാരുടെ ഒട്ടും കരുണയും മയവും ഇല്ല അവന്മാർക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവന്മാരെ വളർത്തിയതും ആളാക്കിയതും വലിയ താരങ്ങളാക്കി മാറ്റിയതും VD സതീശൻ എന്ന് പറയുന്ന ഒരാളാണ്. ആ VD സതീശന് വെറും കറിവേപ്പിലയുടെ സ്ഥാനം പോലും കൊടുക്കാൻ ചവിട്ടി പുറത്താക്കിയില്ലേ? എത്ര അദ്ദേഹത്തിന് കൈ കൂപ്പിക്കൊണ്ട് പറയേണ്ടി വന്നില്ലേ, എന്നെ ഇങ്ങനെ ആക്രമിക്കരുത്. അവൻ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ആ മനുഷ്യനെ. ഇത് ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പണ്ട് എവിടെയോ പിന്നെ നമ്മൾ ഈ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ജോലിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചു കാലം വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് എങ്ങനെയെങ്കിലും ജീവനോപാധി കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ എനിക്ക് തോന്നും ഈ പണ്ടൊക്കെ അദ്ദേഹം ഈ പറവൂരും അവിടെ ഇവിടെയൊക്കെ അദ്ദേഹം ഈ മണി ചെയിൻ ബിസിനസ്സുമായിട്ട് കറങ്ങിയടിച്ച് നടപ്പുണ്ടായിരുന്നു പണ്ട്. ലാംബട്ര സ്കൂട്ടർ ആരുടെ വാടകയ്ക്കൊക്കെ എടുത്തിട്ട്. കാര്യം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സർവൈവലിന് ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ തലമുറയിൽ ജീവിച്ചിരുന്നവർക്കറിയാം. ഇത് പറയണം, നമുക്കൊന്നും ആ ഗതികേട് ഉണ്ടായിട്ടില്ല. പലരും ഒരു അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നതല്ല. ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ബിസിനസ് അതൊക്കെ ആയിരിക്കും. കാര്യം എങ്ങനെയാ എവിടെ നിന്ന് ഒരു 100 രൂപ നമ്മുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ അന്നൊക്കെ 10 രൂപ 20 രൂപയൊക്കെ മതിയാവും, അത്രയും നമ്മുടെ കയ്യിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവൻ അടഞ്ഞിട്ടുള്ള ഒരു പഴയൊരു യൗവനം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും VD സതീശൻ സതീശനായി മാറിയിട്ടുണ്ടാവുക. അതൊക്കെ ചിലപ്പം അതൊന്നും നമ്മുടെ തെളിവില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് നമ്മുടെ തെളിവൊന്നുമില്ല. അദ്ദേഹം അത് ഒരിടത്തും പറഞ്ഞിട്ട് കൂടിയില്ല. ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചില കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇയാൾ ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ നടത്തിയിട്ടുള്ള സ്ത്രീപീഡനങ്ങളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ മനുഷ്യനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കിയിട്ട് വലിച്ചഴയ്ക്കാൻ വിട്ടുകൊടുത്ത ആരാണെന്ന് ചോദിച്ചാൽ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയും. എവിടെയാണ് അപ്പോൾ നേതാക്കന്മാരോടുള്ള സ്നേഹം? എവിടെയാണ് നേതാക്കന്മാരോടുള്ള ആത്മാർത്ഥത? ആലോചിച്ച് നോക്കൂ. ഈ നേതാവാണ് ഇന്ന് കോൺഗ്രസിൽ എന്ത് സംഭവിക്കണം കേരളത്തിൽ എന്ന് തീരുമാനിക്കുന്ന അവരാണ്. എങ്ങനെയാണ് ഇവർ ഈ ശക്തി പ്രാപിച്ചത്? ഇവർക്ക് പൊതുപ്രവർത്തന പരിചയമുണ്ടോ? എവിടെയെങ്കിലും പോയി കിടന്ന് അടി കൊള്ളുകയോ പിന്നെ അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന കൂട്ടത്തിൽ തീ പടർന്ന് പിടിക്കുകയോ ചെയ്തിട്ട് ആളായവരല്ല ഇവിടുത്തെ നേതാക്കന്മാരാരും. ഓരോ നേതാക്കന്മാരെ അക്ക വിട്ടു നോക്കുക. അവർക്കെല്ലാം കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഒരു തീക്ഷ്ണമായ സമരത്തിൻ്റെതായ ഒരു പശ്ചാത്തലം ഉണ്ടെന്നേ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടുള്ള വലിയ ശക്തമായ ഒരു പ്രവർത്തന പരിചയമുണ്ട്. ഇത് ഈ പറയുന്നവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് പ്രവർത്തന പരിചയമുള്ളത്? അതില്ലാത്തത് കൊണ്ടാണ് ഒരു യുക്തി പോലും കാണിക്കാത്തത്. അതുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ ഒരു രീതി അല്ലെങ്കിൽ പടിപടിയായിട്ട് ഈ കുറച്ച് സഹനവും കുറച്ച് വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച് തന്നെ വരണമായിരുന്നു. ഇത് എളുപ്പത്തിൽ ഈസി ആയിട്ട് MLA ആയപ്പോഴത്തേക്കും അങ്ങ് കണ്ണു മഞ്ഞളിച്ചു പോയി. അതിന്റെ പ്രശ്നമാണ്. ഇപ്പം ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പ്രശ്നം, ഇപ്പോഴത്തെ തലമുറ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ചാനൽ ചർച്ചയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. ചാനൽ ചർച്ച കയറി കഴിഞ്ഞാൽ പിന്നെ താരമായി മാറാൻ അല്ലെ? അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വഴി നിൽക്കുന്ന പോലീസുകാരനോട് നിനക്കുള്ള സർവീസ് പാരിതോഷികം ഞാൻ, അച്ഛന്റെ പ്രായം ഉണ്ട് ആ മനുഷ്യന്, നിനക്കുള്ള സർവീസ് പാരിതോഷികം ഞാൻ തരുന്നുണ്ടെന്ന് പറയാം. ഇപ്പൊ എന്താ നിലയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ? നിലയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. ഇത് ശരിക്കും കോൺഗ്രസിന്റെ ഇത്തരക്കാരെ കോൺഗ്രസ് ഇനിയും തിരിച്ചറിയണം. ഇങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവർക്കെതിരെ ഇപ്പൊ എടുത്ത നടപടി ഒരിക്കലും മാതൃകാപരമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതൊരു വെറൊരു മുഖം രക്ഷിക്കൽ നടപടി മാത്രമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കാലം കിട്ടിയ പരാതികൾ കൈ കിട്ടിയിട്ടും ഈ പറയുന്ന ഒരു നേതാവും അത് പുറത്തുവിടായിരുന്നത് എന്തുകൊണ്ടാണ്? അന്നൊന്നും ഉണ്ടാവാത്ത നടപടി റിനി ആൻ ജോർജ് പറഞ്ഞപ്പോൾ മാത്രമാണല്ലോ ഉണ്ടായത്. ഷാഫിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ സാംസ്കാരിക സമിതിയുടെ നേതാവ് തന്നെ പറഞ്ഞ അങ്ങനെയല്ലേ, ഷാഫിയുടെ പരാതി കിട്ടിയിട്ടുണ്ട്. ഷാഫിയുടെ ഇതൊന്നും അല്ല, എത്രയോ പരാതികൾ കിട്ടിയിട്ടുണ്ട്. ഷാഫി ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഇവനെ സംരക്ഷിച്ച് പിടിക്കുക ചെയ്തു. ഇവന്റെ പേര് ഇവൻ തോന്നിവാസിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷമാണ് ഇവൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാവുന്നതും പിന്നെ അവിടെ പോയി വിജയിക്കുന്നതും. ഇതെല്ലാം ഇവർ അറിഞ്ഞു വെച്ചുകൊണ്ട് അവനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഈ VD സതീശന്റെ കയ്യിലും തെറ്റുണ്ട്, ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരുടെയും കയ്യിൽ തെറ്റുണ്ട്. അത് കഴിഞ്ഞ് ഇവനെതിരായിട്ടുള്ള പിന്നെ ഓഡിയോ സന്ദേശം പുറത്തിറങ്ങിയ സമയത്ത് അടൂർ പ്രകാശ് എന്ന് പറയുന്ന UDF കൺവീനർ പറഞ്ഞത് അത് AI ടെക്നോളജിയിൽ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ അടൂർ എന്താ ഉണ്ടാത്തത്? അടൂർ പ്രകാശ് എന്താ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അടൂർ എന്ന് പറയാൻ പറ്റില്ല, വേറൊരു മനുഷ്യന്റെ പേര് നമ്മൾ ചീത്തയാക്കുന്ന പോലെ. അടൂർ പ്രകാശ് ഇത്രയും കാലം പിന്നെ ഇത്രയും വലിയ കണ്ടെത്തൽ നടത്തിയല്ലേ AI ആയിരിക്കുമെന്ന്. ഇപ്പൊ എന്താ കമാന്നൊരു അക്ഷരം മിണ്ടാനില്ലല്ലോ.
എന്താ? അപ്പൊ ഇതിനകത്തെല്ലാം പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട്. ഇവൻ പണ്ടേ പ്രശ്നക്കാരാണ്. അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഇവന്റെ ചരിത്രം, മുൻകാല ചരിത്രം എനിക്കറിയാവുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം കൂടെ വാരി വലിച്ച് പുറത്തിടും, തലയിൽ മുണ്ടിട്ടുണ്ട് നടക്കേണ്ട ഗതിയോട് വരുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിന്റെ കാരണം അതാ. ഇവന്റെ ആ ചരിത്രം മുഴുവൻ വാരി വലിച്ച് പുറത്തിടും. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരെ ആരും ആക്രമിക്കുന്നില്ലല്ലോ. അത് തന്റെ ഉണ്ടെങ്കിൽ ആക്രമിച്ചു നോക്കട്ടെ. ഞാൻ പറയുന്നത് ഇവര് PR ടീമോ വലിയ പിന്നെ സൈബർ പിന്നെ ഗുണ്ടകൾ കാണുമായിരിക്കും, ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കട്ടെ. ഇത്രയൊക്കെ പറഞ്ഞ ഒരാളല്ലേ, ചെന്നങ്ങോട്ട് കയറിക്കൊടു. അങ്ങനെ നാളെ പത്രസമ്മേളനം വിളിക്കും. ഇന്ന് 10 മണിക്ക് പറഞ്ഞാൽ 11:30 അങ്ങനെ പത്രസമ്മേളനം വിളിക്കും. ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റെ കള്ളി പുറത്താവും. സ്വന്തം നേതാവിനെ പച്ചയ്ക്ക് വഞ്ചിച്ച ഒരാളാണ് പിന്നെ കൂടെ നിൽക്കുന്ന ഷാഫി പറമ്പിൽ. സ്വന്തം നേതാവിനെ, ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനെ പോലെ നടക്കുകയും പിന്നെ ഇവിടെ VD സതീശന് ഇവിടെ നിന്നുള്ള വിവരമെല്ലാം ചോർത്തി നൽകിക്കൊണ്ട് ഉമ്മൻചാണ്ടിയെ തറ പറ്റിച്ചൊരു നേതാവ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിൽ ഇപ്പം വടകര ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശുദ്ധനായി മാറി, നല്ല നേതാവായും മാറി. അതാണ് അവരുടെ ഒരു രാഷ്ട്രീയ. അതുകൊണ്ട് കുതുകാല് വെട്ടാൻ പഠിച്ചവരാണ് ഇവരെല്ലാം. എന്നിട്ട് VD സതീശന്റെ കൂടെ നിന്നുകൊണ്ട് ആർക്കിട്ട് പിന്നെ ആരെ ചുരണ്ടി ചെയ്യുന്നു? KC വേണുഗോപാൽ. ഇനി വരാൻ പോകുന്ന KC യുഗമാണെന്ന് മനസ്സിലായിക്കൊണ്ട് VD സതീശന്റെ ഒപ്പം നിന്നുകൊണ്ട് VD സതീശനെ KCക്ക് വേണ്ടി ഒറ്റുകൊടുത്തു. അങ്ങനെ KCയുടെ അതിവിശ്വസനായി മാറി ഷാഫി. അപ്പൊ ഇങ്ങനെ ഇവരുടെ എല്ലാം അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. അതെ, ശാപം എന്ന് പറയുന്നില്ല, കാര്യം അതൊരു അനുഗ്രഹമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അവരുടെ ഒരു മുഖമുദ്ര. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ജനങ്ങൾ പേടിക്കണം. വേറെ ഒന്നും ചിന്തിക്കണ്ട. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടി സീറ്റ് നൽകിയിരിക്കും, ഉറപ്പാണ്. അവരിതിനെ ഈ ഉണ്ടാകുന്ന വിവാദങ്ങളെ എല്ലാം ഒരു മൈലേജ് ആയിട്ട് കൊണ്ട് നടക്കുന്നത്. പിന്നല്ലാതെ ഈ പിന്നെ നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കളിച്ചാലും അതൊരു തണലാണെന്ന് പഴഞ്ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ എക്സ്പോഷർ കിട്ടി. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ പാലക്കാട്ടുകാർ കേരളത്തിലെ ഒരു 20% പേർക്കാണ് അറിയാമായിരുന്നെങ്കിൽ ഇന്ന് 100% പേർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണെന്ന്. അത്രയും വലിയൊരു എക്സ്പോഷറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്നത്. അത് ഇവന് എത്ര മോശപ്പെട്ടാണ്, കുപ്രസിദ്ധിയാണെങ്കിലും PR കൊടുത്ത വർക്കിനേക്കാൾ, PR കൊടുത്ത ലക്ഷങ്ങളെക്കാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരു എഫക്ട് കിട്ടിയത് ഈ വർക്കിലാണ് അവന്റെ. അപ്പൊ അതുകൊണ്ട് എന്താ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഇപ്പൊ അങ്ങോട്ട് എവിടെയും നിർത്താം, എവിടെ കൊണ്ട് വേണമെങ്കിലും നിർത്താം. പക്ഷെ അവിടെ പെണ്ണുങ്ങൾ ഉണ്ടാവരുന്നത് മാത്രമേ. വനിതാ നേതാക്കന്മാരോട് ഇവനെ പ്രചരണത്തിന് അയക്കാനും പറ്റത്തില്ല. അതാണ് ഇപ്പൊ വനിതാ നേതാക്കന്മാർക്കെല്ലാം ആ ഒരു വിശ്വാസമുണ്ട്. ഈ പറയുന്ന ആരൊക്കെ വന്ന് പിന്നെ പുകഴ്ത്തി പറഞ്ഞാലും ശരി, വെള്ളപൂശാൻ ശ്രമിച്ചാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ യുവതികൾക്കും ഇവനെ പേടിയാണ്. ഇവന്റെ കൂടെ ഒരു അരമണിക്കൂർ പോലും ചെലവിടാൻ ഈ പറയുന്ന കോൺഗ്രസിലെ ഒരൊറ്റ വനിതാ നേതാക്കന്മാർക്ക് താല്പര്യമില്ല. ഇപ്പൊ ഭയന്നിട്ടാ. കാര്യം ഇങ്ങനെ ഒരു പെർവർട്ട് കാര്യം, ഒരു എന്താ പറയുക, ഇതൊരു സൈക്കോസിസ് ആണ്, ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ പോവുക. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും, സീറ്റ് കൊടുത്തിരിക്കും, ഉറപ്പാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. ഭീഷണിപ്പെടുത്താൻ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഇനി അതല്ല തെരുവിലിട്ട് വലിച്ചു കീറാൻ അവൻ്റെ ആൾക്കാരുണ്ട്. ഇനി അതല്ല സൈബർ ആക്രമണം നടത്തി പൂട്ടേണ്ട വാകൾ പൂട്ടിവെക്കാനുള്ള കഴിവ് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അതുകൊണ്ട് 100% നമുക്ക് തറപ്പിച്ചു പറയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കിട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനങ്ങൾ പേടിക്കണം. ഇവൻ വോട്ട് ചോദിക്കാൻ പോലും ഇവനെ ഒന്നും വീടിന്റെ 7 അയലത്ത് അടുപ്പിക്കരുത്. അടുപ്പിക്കാൻ കൊള്ളാതാണ് സത്യം. വീടിന്റെ 7 അയലത്ത് അടുപ്പിക്കരുത്. ഇപ്പം കോൺഗ്രസ്സുകാർ കൊടുത്ത നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മിണ്ടരുതെന്നാണ് UDFന്റെ പ്രചരണത്തിന് കൊടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും വോട്ടർമാരോടുമായി സംവദിക്കാൻ പാടില്ല. അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ചോദ്യത്തിന്, ഈ നാണംകെട്ട ചോദ്യത്തിനുള്ള മറുപടി പറയേണ്ടത് പുറത്തിറങ്ങുന്ന കോൺഗ്രസ് നേതാക്കന്മാരാ. അവരുടെ തലയിൽ ഇരിക്കുകയാണ് ഇപ്പോൾ എല്ലാം. അവർക്ക് നാണക്കേടായി. അവർക്ക് മര്യാദക്ക് ഈ ഇലക്ഷൻ അടുത്ത സമയത്തും അവർക്ക് മര്യാദക്ക് പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റുന്നില്ല. അതാ, അവരെങ്ങനെ പ്രചരണത്തിന് ഇറങ്ങുമെന്നേ ചോദിക്കുകയല്ലേ അവരോട് ചോദിക്കുക, രാഹുൽ വിഷയം എന്തായി, സത്യമാണോ? അപ്പൊ ഇതിനെ ന്യായീകരിക്കാൻ നടക്കണം. ന്യായീകരിച്ചാൽ അതിനെക്കാട്ടി വലിയ നാണക്കേടാണ്. ഈ പറയുന്നത് നമുക്ക് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കും. അവിടെ ചെന്ന് കയറുമ്പോൾ നമ്മളോട് കുശലാന്വേഷണം ഒക്കെ നടത്തും. കുശലാന്വേഷണം നടത്തുമ്പോൾ എന്തുണ്ട് വിശേഷം, അപ്പം നമ്മൾ കുഴപ്പമില്ല ഏട്ടാ, ആദ്യം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പറയും. അത് എന്തൊരു പണിയാടെ കാണിച്ച് നിങ്ങളുടെ രാഹുല് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മറുപടി പറയും? സ്വന്തം നാട്ടിൽപ്പെട്ട ആൾക്കാരല്ലേ ചോദിക്കുന്നത്, അവരോട് നമ്മൾ എന്ത് മറുപടി പറയാനാ? അതോടുകൂടി തീരും. ഇതാണ് ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാ, രാഹുലിനെ ന്യായീകരിക്കാൻ പറ്റൂ. ന്യായീകരിച്ചാൽ വീട്ടിലെ പെണ്ണുങ്ങളുടെ വോട്ട് കിട്ടത്തില്ല. ന്യായീകരിച്ചാണ്ട അവൻ എന്തിനുണ്ട്, രാഹുൽ മാങ്കൂട്ടം വലിയ ജെന്റിൽമാനാന്ന് പറയുന്നത്, വേറെ വൃത്തികെട്ടവനല്ലേ. കാര്യം എന്താ, വീട്ടിലുള്ള എല്ലാവരും ഈ ഓഡിയോ കേട്ടിട്ടുണ്ടാവും, ആ പെണ്ണിന്റെ കരച്ചിൽ കേട്ടിട്ടുണ്ടാവും.
അപ്പൊ എന്ത് ചെയ്യും, അത് എടുത്ത് മാറ്റി വെക്കേണ്ടി വരും. പക്ഷെ കേരളത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഈ കോൺഗ്രസ്സുകാരുടെ ഒരു സ്വഭാവ സവിശേഷത വെച്ചിട്ട് ഇവൻ എല്ലാരെയും പൂട്ടും. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടങ്ങുന്ന ഒരു സംഘം കേരളത്തിലെ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരെ കംപ്ലീറ്റ് പൂട്ടും. കാര്യം AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അവരുടെ കീശയിലിരിക്കുന്ന നേതാവ് ആരാണ്? പിന്നെ KC വേണുഗോപാൽ. KC വേണുഗോപാൽ സ്വന്തം നിലയിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. KC വേണുഗോപാലിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടും 10 മിനിറ്റ് കൊണ്ട് അവർക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയ്ക്ക് അവരെ പോലും സൈബർ അറ്റാക്ക് ചെയ്ത്. അതൊക്കെ KC മറന്നു. KCക്ക് വേണ്ടത് കേരളത്തിൽ നിലനിൽപ്പാണ്. VD സതീശനെ വെട്ടാൻ പറ്റണം, K സുധാകരനെ വെട്ടാൻ പറ്റണം, ഇനി അങ്ങോട്ട് K മുരളീധരനെ വെട്ടാൻ പറ്റണം. അങ്ങനെ വെട്ടി നിന്നാലേ തനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റൂ. അതുകൊണ്ട് ഏത് നാണം കെട്ടവനെ ചുമക്കാനും ഇന്ന് KC വേണുഗോപാൽ തയ്യാറാണ്. അതുകൊണ്ട് KC ഇതിനൊക്കെ നിന്ന് കൊടുക്കുകയും ചെയ്യും. KCയുടെ പിൻബലത്തോടു കൂടി തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യും. ജയിക്കുന്നതൊക്കെ പിന്നത്തെ കാര്യം. അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ജനങ്ങളൊന്ന് പേടിച്ചോണം, അത്ര മാത്രമേ ഉള്ളൂ.